നമസ്കാരം. മലയാളി വാർത്ത ആനുകാലികത്തിലേക്ക് സ്വാഗതം. യുദ്ധം അവസാനിക്കാൻ പോകുന്നുവെന്ന് ട്രംപ് ഒരു പ്രഖ്യാപനം നടത്തുന്നു. ഇതിന് മറുപടിയുമായിട്ട് ഇറാൻ പറയുന്നത് തുടങ്ങിയത് നിങ്ങളായിരിക്കും, പക്ഷേ അവസാനിപ്പിക്കേണ്ടത് അത് ഞങ്ങളാണ് തീരുമാനിക്കുന്നത് എന്നുള്ള ഒരു പ്രഖ്യാപനം. ഇപ്പോൾ അമേരിക്കയിൽ നിന്ന് വരുന്ന ചില വിവരങ്ങൾ, ഇന്റലിജൻസ് സംവിധാനം കണ്ടെത്തിയിരിക്കുന്നത് അത്ര പെട്ടെന്ന് ഇറാൻ കീഴടങ്ങാൻ സാധ്യതയില്ല എന്നുള്ള ചില വിവരങ്ങൾ പുറത്തേക്ക് വരുന്നുണ്ട്. അതായത് ഒട്ടും പിന്നോട്ടേക്കല്ലാതെ, ഒരു ഇഞ്ച് പിന്നോട്ടേക്ക് പോകാതെയുള്ള അതിഗുരുതരമായിട്ടുള്ള രീതിയിലുള്ള ആക്രമണങ്ങൾ ഇറാൻ പുറത്തെടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. കടലിൽ ആക്രമണങ്ങൾ, അത് എണ്ണ വിതരണത്തെ തടസ്സപ്പെടുത്തിയിരിക്കുന്നു. വലിയൊരു പ്രതിസന്ധിയിലേക്ക് ഈ യുദ്ധം ലോകത്തെ കൊണ്ട് എത്തിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അത്ര പെട്ടെന്ന് ഇനിയും ഇറാൻ കീഴടങ്ങാൻ സാധ്യതയുണ്ടോ? ഏകദേശം ഒരു 14 ദിവസമായി യുദ്ധമാണ്. എന്നിട്ടും ഇറാൻ പൂർണ്ണമായും കീഴടങ്ങാനോ സമാധാന ചർച്ചകൾക്കോ തയ്യാറായിട്ടില്ല. ഒരു ജനതയുടെ അഭിമാനം വ്രണപ്പെട്ടിരിക്കുന്നു. 9 കോടി ജനങ്ങളുള്ള ഇറാൻ, അഭിമാനബോധമുള്ള ഇറാൻ, ചരിത്രം ഉറങ്ങുന്ന ഇറാൻ. ആ ഇറാന് നേരെ ഏകപക്ഷീയമായി അമേരിക്ക ആക്രമണം നടത്തിയിരിക്കുന്നു എന്നാണ് ഇറാന്റെ ഭരണകൂടം വിശ്വസിക്കുന്നത്. അത് തത്വത്തിൽ ശരിയുമാണ്. ആക്രമണം നടത്തിയിരിക്കുന്ന ഔപചാരികമായി നോക്കുമ്പോൾ അമേരിക്കയും ഇസ്രായേലും തന്നെയാണ്. അങ്ങനെയെങ്കിൽ പ്രതികാരത്തിനുള്ള, പ്രതിരോധത്തിനുള്ള, പ്രത്യാക്രമണത്തിനുള്ള അവകാശം ഇറാനുണ്ട്. അതുകൊണ്ടാണ് ഇറാൻ പറഞ്ഞു വെച്ചത്, നിങ്ങൾക്ക് യുദ്ധം തുടങ്ങാനേ ആവൂ, ഞങ്ങൾ തീരുമാനിക്കും സമയക്രമം, തങ്ങൾ തീരുമാനിക്കും എപ്പോൾ അവസാനിപ്പിക്കണമെന്ന്. യു വിൽ ഹാവ് നോ കൺട്രോൾ ഓവർ ദ ടൈം. സമയം ഞങ്ങളാണ്. അവിടെ സമയം ഒരു വലിയ ഫാക്ടറായി വരും. ഇറാന് നന്നായി അറിയാം ഉപരോധം ഇപ്പോൾ യഥാർത്ഥത്തിൽ ഇറാൻ പ്രഖ്യാപിച്ച ഉപരോധമല്ലേ ഗൾഫിൽ. അമേരിക്ക ഇറാനെതിരെ പ്രഖ്യാപിച്ച ഉപരോധമല്ല, മറിച്ച് ഹോർമൂസ് കടലിടുക്കിനെതിരെ ഇറാൻ ഉപരോധം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഹോർമൂസ് കടലിടുക്ക് കടന്ന് ഒരു കപ്പലും പുറത്തേക്ക് പോകില്ല. എത്ര കാലം അങ്ങനെ ചരക്കുകൾ അവിടെ കെട്ടിക്കിടക്കും? പുറത്തു നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് ഗൾഫ് നാടുകളിലേക്ക്, GCC രാജ്യങ്ങളിലേക്ക് ഉൽപ്പന്നങ്ങൾ എത്തിക്കാൻ, അവശ്യ വസ്തുക്കൾ എത്തിക്കാൻ കഴിയില്ല. അതെപ്പോൾ തുറന്നു കൊടുക്കണമെന്ന് തങ്ങൾ തീരുമാനിക്കും എന്നാണ് പറയുന്നത്. മാത്രമല്ല, പുതിയതായി തെരഞ്ഞെടുക്കപ്പെട്ട ആയത്തുള്ള മുജ്തബ ഖൊമേനിയുടെ വാക്കുകൾ ഒരു പ്രതീക്ഷയും നൽകുന്നതല്ല. കഠിനമായ രീതിയിൽ അമേരിക്കൻ താവളങ്ങൾ ഗൾഫ് രാജ്യങ്ങളിൽ നിലനിൽക്കുന്നിടത്തോളം കാലം ഇറാന്റെ ആക്രമണം തുടരും. അപ്പൊ മുറിവേറ്റ ഒരു ജനത, മുറിവേറ്റ ഒരു മനസ്സ്. വ്യക്തി എന്ന നിലയിൽ ഇറാന്റെ ഇപ്പോഴത്തെ പരമോന്നത നേതാവ് മുജ്തബ ഖൊമേനിയുടെ പിതാവ് മരിച്ചു, ഭാര്യ മരിച്ചു, മക്കൾ നഷ്ടപ്പെട്ടിരിക്കുന്നു. അങ്ങനെ ഒരു വ്യക്തിക്ക് മുൻപിൻ നോക്കേണ്ടതില്ല. അതിശക്തമായി തീരുമാനങ്ങൾ എടുത്ത് അത് നിർവഹിക്കാനുള്ള ശക്തി സംവിധാനങ്ങൾ ഇറാനുണ്ടോ എന്നത് മാത്രമാണ് വിഷയം. ഇപ്പോൾ നോക്കൂ, ഇറാൻ പറയുന്നതും പ്രവർത്തിക്കുന്നതും ഒന്ന് തന്നെയാണ്. മേഖലാ യുദ്ധമായി അത് മാറും. നിങ്ങൾ ആക്രമിക്കരുത്, അത് കയ്യിൽ നിൽക്കില്ല, നിങ്ങളുടെ കയ്യിൽ നിൽക്കില്ല, നിങ്ങൾ ഉദ്ദേശിക്കുന്നതല്ല ഗതി. ഏറിയൽ സൂപ്രമസി അമേരിക്കയ്ക്ക് കിട്ടും എന്ന് ഇറാനും അറിയാം, അത് ആർക്കും അറിയാം. ആകാശങ്ങളിൽ നിന്നുകൊണ്ട് യുദ്ധം ജയിക്കാനാവില്ല, ആവില്ല, ആവില്ല എന്ന് 1000 വട്ടം തെളിഞ്ഞതാണ് മുൻകാലങ്ങളിൽ. ഉക്രൈൻ യുദ്ധം ആകാശങ്ങളിൽ നിന്ന് ജയിക്കാനാണെങ്കിൽ റഷ്യക്ക് ജയിച്ചു പിന്മാറാമായിരുന്നല്ലോ. എന്തിന് ഗാസ യുദ്ധം? കേവലം 365 ചതുരശ്ര കിലോമീറ്റർ മാത്രമുള്ള ഗാസയിൽ ആകാശ യുദ്ധം മാത്രമാണ് എങ്കിൽ ഇസ്രായേലിന്റെ നിമിഷങ്ങൾ കൊണ്ട് ജയിച്ചു പിന്മാറാമായിരുന്നല്ലോ. കരയുദ്ധത്തിലേക്ക് പ്രവേശിച്ചാൽ ഒരു സൈന്യത്തിനും ആത്യന്തികമായി പിടിച്ചു നിൽക്കാനാവില്ല. ഗ്രൗണ്ട് അഡ്വാൻറ്റേജ് വിൽ ബി ഓൾവേസ് ഫോർ ഇറാൻ. ഇതറിയാവുന്നത് കൊണ്ടാണ് നീണ്ടോട്ടെ, പരമാവധി നീണ്ടോട്ടെ എന്ന് പറയുന്നത്. ഇനി ഞങ്ങൾ പറയാം, സമാധാനം പാലിക്കാൻ ഞങ്ങൾ തയ്യാറാണ്, പക്ഷേ ചില ഉപാധികളുണ്ട്, ധൈര്യമുണ്ടെങ്കിൽ അംഗീകരിക്കൂ എന്ന വെല്ലുവിളിയാണ് ഇറാന്റെ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ കഴിഞ്ഞ ദിവസം ചെയ്തത്. എന്തുകൊണ്ടാണ്? ഒന്ന്, ഇറാന്റെ പരമാധികാരം അമേരിക്കയും ഇസ്രായേലും അംഗീകരിക്കണം, ടെറിട്ടോറിയൽ ഇന്റഗ്രിറ്റി അംഗീകരിക്കണം. അതിനർത്ഥം എന്താ? ഉടനടി യുദ്ധം നിർത്തിവെക്കണം എന്ന് തന്നെയാണ് അതിനർത്ഥം. 2, ഇറാനുണ്ടായ നാശനഷ്ടങ്ങൾ പരിഹരിക്കാനുള്ള വൻ തുക, ഭീമമായ തുക നഷ്ടപരിഹാരമായി തരണം. 2ാം ലോകമഹായുദ്ധം, 1ാം ലോകമഹായുദ്ധം അങ്ങനെയൊക്കെ തന്നെയല്ലേ? 1ാം ലോകമഹായുദ്ധത്തിൽ പരാജയപ്പെട്ട രാജ്യങ്ങളോട് വിജയിച്ച രാജ്യങ്ങൾ ഭീമമായ കപ്പം ചോദിച്ചു. പിഴത്തുകയാണ്. അത് കൊടുക്കാൻ വിസമ്മതിച്ചത് കൊണ്ടും കൊടുക്കാനാവാതെ വന്നതുകൊണ്ടാണ് 2ാം ലോകമഹായുദ്ധം ഉണ്ടായത്. ഇപ്പോൾ ഇറാൻ അത് പറയുന്നതിന്റെ അർത്ഥം എന്താ? ഇപ്പോൾ ആക്രമിച്ചത് നിങ്ങളാണ്, ജയിച്ചത് ഞങ്ങളാണ്. ജയിച്ച ഞങ്ങൾക്ക് ആക്രമിച്ച് കീഴടക്കാനാവാതെ പോയ നിങ്ങൾ കപ്പം തരണം എന്നാണ് പറയുന്നത്. നടക്കുന്ന കാര്യമാണോ?
അമേരിക്ക ഇപ്പോൾ ഇറാന് പണം കൊടുത്തുകൊണ്ട്, ഇറാനിൽ ഉണ്ടാക്കിയ നാശനഷ്ടങ്ങൾക്ക് പണം കൊടുത്തുകൊണ്ട് സമാധാന ട്രീറ്റ് ഒപ്പിടാൻ അമേരിക്ക തയ്യാറാകുമോ? ഇസ്രായേൽ തയ്യാറാകുമോ? ഇല്ല. അപ്പൊ അത് ഇല്ല എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇറാൻ എന്ന് പറയുന്നത്. അതുപോലെ നാളുകളിൽ ഒരു കാലത്തും ഇറാൻ ആക്രമിക്കപ്പെടില്ല എന്ന ഉറപ്പ് ഇസ്രായേലും അമേരിക്കയും തരണം. അതെങ്ങനെയാണ് തരിക? നാളെ ഇറാൻ ഈ അണവായുധങ്ങൾ അല്ലെങ്കിൽ മിസൈലുകൾ ഇതുമായി മുന്നോട്ട് പോയാൽ വീണ്ടും ആക്രമണം ഉണ്ടാകും എന്നല്ലേ അമേരിക്ക എപ്പോഴും പറയുന്നത്, ഇസ്രായേൽ അത് തന്നെയല്ലേ പറയുന്നത്. ഒരിക്കലും നടത്തിയെടുക്കാനാവാത്ത 3 ആഗ്രഹങ്ങളാണ്, 3 കണ്ടീഷൻസ് ആണ്, നിബന്ധനകളാണ് ഇറാൻ മുന്നോട്ട് വെച്ചത്. അതിനർത്ഥം ഇറാൻ ഇപ്പോൾ ഒരു സമാധാനം ആഗ്രഹിക്കുന്നില്ല, ഒരു വെടിനിർത്തൽ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ട്രംപിന് അങ്ങനെയല്ല. ലോക പൊതുജനാഭിപ്രായം തിരിയുന്നു, അമേരിക്കയ്ക്ക് ഉള്ളിൽ തന്നെ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ വരുന്നു. അമേരിക്കൻ പ്രസിഡന്റ് ജനപ്രീതി 55% ഉള്ളൂ ഇപ്പോൾ. ഡെമോക്രാറ്റുകൾക്കിടയിൽ 85% ട്രംപിനെതിരായി നിൽക്കുന്നു. റിപ്പബ്ലിക്കൻ പാർട്ടിയിൽ വലിയ നമ്പർ ട്രംപിനെ ഇപ്പോഴും പിന്തുണയ്ക്കുന്നു. പക്ഷെ മൊത്തത്തിൽ ട്രംപിന്റെ പിന്തുണ വളരെ കുറവാണ്. ഭൂരിപക്ഷം അമേരിക്കൻ ജനതയും യുദ്ധം അവസാനിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. ഭൂരിപക്ഷം ലോകരാജ്യങ്ങളും അമേരിക്കയ്ക്ക് എതിരെ നിൽക്കുന്നു, പരസ്യമായി പറഞ്ഞില്ല എങ്കിലും. അതുകൊണ്ടാണ് മനസ്സില്ലാ മനസ്സോടെ അമേരിക്കയ്ക്ക് പറയേണ്ടി വന്നത്, റഷ്യക്കെതിരെ ഇനി ഉപരോധം ഉടനടിയില്ല, റഷ്യൻ എണ്ണ അന്താരാഷ്ട്ര വിപണികളിൽ വന്നോട്ടെ, അങ്ങനെ തീപിടിക്കുന്ന എണ്ണ വില കുറച്ചുകൊണ്ടുവരാൻ കഴിയും. അതിനിടയ്ക്ക് മറ്റൊരു വിടുവാ കൂടി ട്രംപ് പറയുന്നു, എണ്ണ വില കൂടിയാൽ നിങ്ങളൊന്നും ചിരിക്കണ്ട, ഞങ്ങൾക്കാണ് പ്രയോജനം, ഞങ്ങളാണ് എണ്ണ ഏറ്റവും കൂടുതൽ ഉത്പാദിപ്പിക്കുന്നത്, അമേരിക്കയ്ക്ക് ഏറെ വരുമാനം ഉണ്ടാകും എന്ന വേണ്ടാത്ത വർത്താനവും അമേരിക്കൻ പ്രസിഡന്റ് പറഞ്ഞു വെച്ചു. ഇതൊന്നും ലോകം അത്ര കൗതുകത്തോടെയല്ല, അത്ര സന്തോഷത്തോടു കൂടിയല്ല സ്വീകരിച്ചത് എന്നുകൂടി ഓർക്കണം. അങ്ങനെ എങ്ങനെ നോക്കുമ്പോഴും അമേരിക്കയുടെ ഭാഗത്ത് ചില കാൽക്കുലേഷൻസ് പിശകി തെറ്റിപ്പോയി എന്ന ഒരു ചിന്ത വ്യാപകമാണ്. അത് മാത്രമല്ല, മാഗ ക്യാമ്പിൽ തന്നെ 2 വിഭാഗങ്ങളുണ്ട്. ഒരു തീവ്ര വിഭാഗവും ഒരു മിതവാദി വിഭാഗവും ഉണ്ട്. ഇവർ തമ്മിലുള്ള ചക്കളത്തി പോരാട്ടവും ഒരു കാരണമാണ്. അതുകൊണ്ട് ഇറാൻ യുദ്ധം നിർത്തില്ല, ഇറാൻ കീഴടങ്ങാൻ ഉദ്ദേശിക്കുന്നില്ല. ഇറാൻ കൂടുതൽ നാശനഷ്ടങ്ങൾ ഉണ്ടായാലും ഇറാൻ പിടിച്ചു നിൽക്കുന്നു. ഭരണകൂടത്തിന്റെ തലപ്പത്തിരുന്നവർ വധിക്കപ്പെട്ടാലും അടുത്ത റൗണ്ട് ആളുകൾ ഏറ്റെടുക്കും. ഇങ്ങനെ പരമാവധി തുടരും. ഹോർമൂസ് എന്ന തുറുപ്പ് ചീട്ട്, ഹോർമൂസ് എന്ന വജ്രായുധം ഇറാൻ എക്കാലത്തും ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിൽ മാറ്റിയെടുത്തു. ചരിത്രത്തിൽ ഒരു പാഠമാണ്. ഇറാൻ ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും, ഗൾഫ് രാജ്യങ്ങൾക്കും അമേരിക്കയ്ക്കും ഇന്ത്യക്ക് ഉൾപ്പെടെ മനസ്സിലായിട്ടുണ്ടാകാം, ഇറാൻ പറഞ്ഞതിൽ വലിയ ജിയോഗ്രാഫിക്കൽ അഡ്വാൻറ്റേജ് ഉണ്ട്. ഇറാന്റെ ഭാഗത്തേക്ക് തള്ളി നിൽക്കുന്ന ഒരു ഭാഗമാണ് ഹോർമൂസ്. അവിടെ കൺട്രോൾ ചെയ്യുന്നത് ഇറാൻ തന്നെയാണ്. ഇറാന്റെ കപ്പലുകൾക്ക് കാര്യമായി നീങ്ങാനാവില്ല, അമേരിക്ക തകർക്കും. അതേസമയം കരയിൽ നിന്നുകൂടെ ഹോർമൂസിലൂടെ പോകുന്ന കപ്പലുകളെ ലക്ഷ്യം വെക്കാൻ ഡ്രോണുകൾക്കും മിസൈലുകൾക്കും സാധിക്കും. മൈനുകൾ വാരി വിതറി അവിടുത്തെ ജലഗതാഗതം അസാധ്യമാക്കി മാറ്റാൻ കഴിയും. അപ്പോൾ ആ ഒരു ഇറാന്റെ ബാക്ക്യാർഡിൽ ഇറാന് തന്നെയാണ് ശക്തി. അതുകൊണ്ടാണ് നീണ്ടോട്ടെ ലോകം അതിന്റെ ചൂടറിയുമ്പോൾ താനേ ഗൾഫ് രാജ്യങ്ങൾ ഉൾപ്പെടെ അമേരിക്കയ്ക്ക് നേരെ സമ്മർദ്ദം ചെലുത്തി യുദ്ധം അമേരിക്കയെ കൊണ്ട് അവസാനിപ്പിക്കും. ഇത് 2 തന്ത്രങ്ങൾ, 2 വ്യത്യസ്തമായ തന്ത്രങ്ങൾ. സൈനിക ബലത്തിൽ അധിഷ്ഠിതമായ ഒരു ഓപ്റ്റിമിസ്റ്റിക് തന്ത്രമാണ് അമേരിക്കയുടേത്. അതേസമയത്തെ സമയം എന്ന വജ്രായുധം, ഭൂപ്രകൃതി എന്ന വജ്രായുധം, ജിയോ സ്ട്രാറ്റജിക് ലൊക്കേഷൻ എന്ന വജ്രായുധം ഉപയോഗിച്ചുകൊണ്ട് ഇറാൻ പ്രതിരോധിച്ചു നിൽക്കുന്ന കാഴ്ചയാണ്. അവിടെയാണ് യുദ്ധത്തിന് കൃത്യമായ ഒരു ഗതി നിർണ്ണയിക്കാൻ ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല എന്നതാണ് വാസ്തവം. ഇവിടെ കേരളത്തിലിരുന്നു കൊണ്ട് യുദ്ധം കൊഴുപ്പിച്ച ആൾക്കാർക്കൊക്കെ ഇപ്പോൾ വലിയ അടിയാണ്. കാരണം ഒരു 14 ദിവസം ആയതേ ഉള്ളൂ യുദ്ധം. അപ്പോഴത്തേക്ക് നമ്മുടെ അടുക്കളകളിൽ LPG ഇല്ലാത്തൊരു സാഹചര്യം വന്നു. ഇപ്പോൾ നിയന്ത്രണം ഏർപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഹോട്ടലുകൾക്ക് കൊടുക്കുന്നത് നിർത്തിവെക്കണമെന്നുള്ള ചില മുന്നറിയിപ്പുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ വലിയൊരു പ്രതിസന്ധി, പെട്രോളിനും വലിയ ഒരു പ്രതിസന്ധി നമ്മൾ നേരിടാൻ പോകുന്നു. ഈ പറയുന്ന പോലെ തന്നെ ഡൊണാൾഡ് ട്രംപ് പറയുന്നത് അനുസരിച്ചിട്ട് വേണം നമ്മുടെ പ്രധാനമന്ത്രിക്ക് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങാൻ. അപ്പോൾ നമുക്ക് മറ്റ് ബദൽ സംവിധാനങ്ങൾ, ബദൽ മാർഗങ്ങൾ എന്ത് സ്വീകരിക്കാം? ഈ ഒരു പ്രതിസന്ധി തുടർന്ന് പോകുകയാണെങ്കിൽ ഇന്ത്യയെ അത് എത്രത്തോളം ബാധിക്കും? പ്രശോഭ, ഒരു പ്രതിസന്ധി ഉണ്ട് എന്ന് പറയുന്നത് കേവലം കെട്ടുകഥയല്ല. യുദ്ധം അടുക്കള വാതിലിൽ എത്തിക്കഴിഞ്ഞു, അന്നം മുട്ടിച്ചു തുടങ്ങി. അത് യാഥാർത്ഥ്യമാണ്. അങ്ങനെയെങ്കിൽ ആ യാഥാർത്ഥ്യത്തെ അഡ്രസ് ചെയ്യാൻ നമ്മുടെ നയതന്ത്ര സംവിധാനത്തിന് കഴിയണം. അല്ല എങ്കിൽ സ്ട്രാറ്റജിക് ഓട്ടോണമി എന്ന നയം വെറും വീമ്പ് പറച്ചിൽ മാത്രമാവും. അതുകൊണ്ടാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇപ്പോൾ ലേശം മാറി ചിന്തിക്കുന്നു, ഇന്ത്യയുടെ നയതന്ത്ര രംഗം സ്വല്പം മാറി ചിന്തിക്കുന്നു എന്ന് കരുതുന്നത്. നമുക്ക് 2 കാര്യങ്ങൾ ആവശ്യമാണ്. ക്രൂഡ് ഓയിൽ
ആവശ്യമാണ്. ക്രൂഡ് ഓയിലിന്റെ 80-85% നമ്മൾ വിദേശത്ത് നിന്ന് ഇറക്കുമതി ചെയ്യുകയാണ്. അതിന്റെ ഏതാണ്ട് 50%, പകുതിയോളം പേർഷ്യൻ ഗൾഫ് മേഖലയിൽ നിന്നും ഹോർമൂസ് കടലിടുക്ക് കടന്നാണ് ഈ നിമിഷം വന്നുകൊണ്ടിരുന്നത്. യുദ്ധം പൊട്ടിപ്പുറപ്പെട്ട നിമിഷം വന്നുകൊണ്ടിരുന്നത്. അത് പെട്ടെന്ന് 2 ആഴ്ചക്കുള്ളിൽ, ഇപ്പോൾ ഇത് യുദ്ധം 14-ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുന്നു, 2 ആഴ്ചക്കുള്ളിൽ അതിന്റെ റൂട്ട് ലേശം മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ 55%, ഏറ്റവും വൈകിയ ഇന്നലത്തെ കണക്കനുസരിച്ച് 55% ലേറ്റസ്റ്റ് പർച്ചേസ് വരുന്നത് ഹോർമൂസിന് വെളിയിലൂടെയാണ്. അതിനെയും ഏറെ കൂടും. ഉദാഹരണത്തിന് റഷ്യയിൽ നിന്നും 20% എണ്ണയാണ് ഏറ്റവും അവസാനം ഫെബ്രുവരി മാസം അവസാനം ഇന്ത്യ വാങ്ങിയിരുന്നത്. ജനുവരി ആദ്യം തന്നെ പൂർണ്ണമായി നിർത്തിവെക്കും എന്നത് ട്രംപിന്റെ ശുഭാപ്തി വിശ്വാസം നേരത്തെ അങ്ങ് പ്രഖ്യാപിച്ചു. ഇന്ത്യക്ക് ഏറെ അലോസരമുണ്ടായി. ഇന്ത്യ റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങില്ല എന്ന ഉറപ്പ് അവര് എനിക്ക് തന്നിട്ടുണ്ട് എന്ന് ട്രംപ് മുൻകൂട്ടി പ്രഖ്യാപിച്ചതാണ് ഈ പ്രശ്നത്തിനെല്ലാം കാരണം. പക്ഷെ ഇന്ത്യ ഒന്നും സംസാരിച്ചില്ല. പക്ഷെ റഷ്യയിൽ നിന്നും വാങ്ങുന്ന തോത് കുറച്ചു. ഏതാണ്ട് 38% വാങ്ങിയിരുന്നത് 20% കുറച്ചു. അപ്പോഴും 1.04 മില്യൺ ബാരൽസ് പെർ ഡേ റഷ്യൻ എണ്ണ തന്നെയാണ് ഇന്ത്യ ഇറക്കുമതി ചെയ്തിരുന്നത് ഏറ്റവും അവസാനം യുദ്ധം തുടങ്ങുന്ന സമയത്ത്. ഇത് മൊത്തം ആവശ്യത്തിന്റെ 5-1 വരെ 20% വരും. 5.2 മില്യൺ ബാരൽസ് പെർ ഡേ ആണ് ഇന്ത്യയുടെ ആകമാന ക്രൂഡ് ഓയിൽ ആവശ്യം. അതിന്റെ 5-1, അതായത് 20% വരുന്നു. അതിപ്പോൾ നേരെ ഇരട്ടിയായി മാറുകയാണ്. അതായത് 5-2, അതായത് 40% റഷ്യയിൽ നിന്ന് വരുന്നു. അതെക്കാലത്തെയും ഏറ്റവും ഉയർന്ന പരിധിയാണ് എന്നുകൂടി ഓർക്കണം. ഈ യുദ്ധം കൊണ്ട് സംഭവിച്ചത് അമേരിക്കയ്ക്ക് ലേശം പിന്നാക്കം പോകേണ്ടി വന്നു. ഇന്ത്യക്ക് റഷ്യയിൽ നിന്നും എണ്ണ ഒരു മാസത്തേക്ക് ഇറക്കുമതി ചെയ്യാൻ അനുവാദമുണ്ടാകും എന്ന് പറഞ്ഞുകൊണ്ട് അമേരിക്കൻ ഇലക്ട്രേറ്റിന് ഒരു ബൂസ്റ്റ് കൊടുക്കുകയാണ് ട്രംപ്. അതേസമയം ഇന്ത്യക്ക് അവിടെയും വല്ലാത്ത ഒരു നയതന്ത്ര തിരിച്ചടിയാണ്. അമേരിക്ക അനുവദിച്ചിട്ട് വേണോ ഇന്ത്യ എണ്ണ വാങ്ങാൻ എന്ന ചോദ്യം പ്രതിപക്ഷം പാർലമെന്റിന്റെ പുരപ്പുറത്ത് കയറി വിളിച്ചുകൂടി. അത് ശരിയല്ലേ? പ്രതിപക്ഷം പറഞ്ഞത് ശരിയല്ലേ? ഇന്ത്യക്കാരുടെയെങ്കിലും സ്വതന്ത്ര പരമാധികാര രാജ്യം, സ്ട്രാറ്റജിക് ഓട്ടോണമി ഉണ്ടെന്ന് അഭിമാനിക്കുന്ന രാജ്യം, ആരുടെയെങ്കിലും അനുവാദം ആവശ്യമുണ്ടോ എണ്ണ വാങ്ങാൻ? ആരിൽ നിന്ന് വാങ്ങണം, എപ്പോൾ വാങ്ങണം, എങ്ങനെ വാങ്ങണം, ഏത് വിലയ്ക്ക് വാങ്ങണം എന്ന തീരുമാനം ഭാരതം എടുക്കേണ്ടതാണ്. ആ തീരുമാനമൊന്നും തീരെഴുതി കൊടുക്കാൻ ഭാരതം സന്നദ്ധമല്ല എന്ന പാർലമെന്റിന്റെ പ്രഖ്യാപനമാണ് പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. കാര്യമായി മറുപടി പറയാൻ ഇന്ത്യ കഴിഞ്ഞില്ല. പക്ഷേ പ്രായശ്ചിത്തം ചെയ്യണമല്ലോ. പ്രായശ്ചിത്തം എന്ന രൂപത്തിൽ ചില കാര്യങ്ങൾ ഇറാനുമായി ഒരു പാരലൽ പാത വെട്ടിത്തുറക്കാൻ ഇന്ത്യൻ പ്രധാനമന്ത്രി, ഇന്ത്യൻ വിദേശകാര്യമന്ത്രി ശ്രമിച്ചു. അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ത്യൻ വിദേശകാര്യമന്ത്രി ഡോക്ടർ ജയശങ്കർ സ്പോക്ക് ടു ഇറാനിയൻ ഫോറിൻ മിനിസ്റ്റർ അബ്ബാസ് അറാഖ്ചി. 3 റൗണ്ട് ചർച്ചകളാണ് കഴിഞ്ഞത്. ആ 3 റൗണ്ട് ചർച്ചകളിൽ കുറച്ച് ആശയക്കുഴപ്പങ്ങൾ മാറിക്കിട്ടി എന്നാണ് പറയുന്നത്. അതായത് ഇന്ത്യ എടുത്ത നിലപാടിനോട് ഇറാന് കട്ട കലിപ്പുണ്ടായിരുന്നു. കാരണം ഇറാൻ ഗൾഫ് രാജ്യങ്ങളെ ആക്രമിക്കുന്നതിന് ഇന്ത്യ കട്ടക്കെതിരെ നിന്നു. മാത്രമല്ല ഐക്യരാഷ്ട്ര സംഘടനയിൽ പ്രമേയം വന്നു, സെക്യൂരിറ്റി കൗൺസിലിൽ. ആ പ്രമേയത്തിന്റെ ഇറാനെ കുറ്റപ്പെടുത്തുന്ന, ഗൾഫ് രാജ്യങ്ങളെ ആക്രമിച്ച ഇറാനെ കുറ്റപ്പെടുത്തുന്ന UN സെക്യൂരിറ്റി കൗൺസിൽ പ്രമേയത്തിന്റെ സ്പോൺസറായി ഇന്ത്യ വന്നപ്പോൾ മറുപടി ആഗ്രഹിക്കും ഇറാൻ. ഇന്ത്യയോട് ചോദിക്കും, മറുപടി പറഞ്ഞിരിക്കുന്നു. അതേസമയം റഷ്യൻ സ്പോൺസർ പ്രമേയം ഇറാനെ കുറ്റപ്പെടുത്താതെ അമേരിക്ക കുറ്റപ്പെടുത്തിക്കൊണ്ട് ഇറാന് നേരെ ഏകപക്ഷീയമായ ആക്രമണം അഴിച്ചുവിട്ട അമേരിക്കയും ഇസ്രായേലിനെയും കുറ്റപ്പെടുത്തുന്ന പ്രമേയം ജയിച്ചതുമില്ല. മറ്റൊരു പ്രമേയത്തിന് ചൈനയും റഷ്യയും വിട്ടുനിന്നതുകൊണ്ടാണ് വിജയിച്ചത്. അപ്പൊ ഇതിനൊക്കെ ഇന്ത്യ കൂടി മറുപടി പറയേണ്ട ഒരു അവസ്ഥയിലായി. അതിന് സാമാന്യം ഭേദപ്പെട്ട രീതിയിൽ മറുപടി കൊടുക്കാൻ സാധിച്ചു. 3 ഇറാനിയൻ കപ്പലുകൾ വിശാഖപട്ടണത്തേക്ക് നേവൽ എക്സർസൈസിന് വന്നതിൽ ഒരു കപ്പൽ ഇന്ത്യൻ തീരത്തിപ്പോൾ അനുമതിയോടുകൂടി അടുത്തിരിക്കുന്നു കൊച്ചിയിൽ. അതൊരാഴ്ചയായി കൊച്ചിയിലുണ്ട്. നല്ല കാര്യം. മറ്റു കപ്പലുകളെ രക്ഷിച്ചെടുക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞില്ല. ഒരു കപ്പൽ മുങ്ങുന്നത് തടയാൻ ഇന്ത്യക്ക് കഴിഞ്ഞില്ല. അതൊന്നും ഇറാൻ അത്ര കാര്യമായിട്ട് എടുക്കില്ല. പക്ഷേ ഇന്ത്യയുടെ അതിഥിയായി എത്തിയ കപ്പലുകളാണ് എന്നതും ഇറാൻ ഒരിക്കലും വിസ്മരിക്കില്ല. പക്ഷെ ഒരു കപ്പൽ ഇവിടെ ഉണ്ട് എന്നത് ഒരു ഫാക്ട് തന്നെയാണ്. 2 ഇറാന്റെ മണ്ണിൽ അല്ലെങ്കിൽ പേർഷ്യൻ ഗൾഫ് തീരത്തുണ്ടായിരുന്ന 2 ഇന്ത്യൻ കപ്പലുകൾ, എണ്ണ കപ്പലുകൾ, അത് കടത്തിവിടാൻ ഇറാൻ അനുവാദം കൊടുത്തു. അല്ല എങ്കിൽ യുദ്ധം മൂർച്ഛിക്കുന്നതിന് മുമ്പ്, ഹോർമൂസ് പൂർണ്ണമായി അടയ്ക്കുന്നതിന് മുമ്പ്, യുദ്ധം നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഈ 2 കപ്പലുകൾ വെളിയിൽ വരികയും ഇപ്പോൾ ഇന്ത്യൻ തീരത്ത് അടുക്കുകയും ചെയ്തിരിക്കുന്നു. അത് സാധ്യമാകുന്നു എന്നതിനർത്ഥം ഇറാൻ ഇന്ത്യൻ കപ്പലുകളെ നേരിട്ട് ആക്രമിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്നതാണ്. ഇപ്പോൾ ഇന്ത്യയുടെ ആവശ്യം, ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി
ഇറാനിയൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനുമായുള്ള സംസാരത്തിൽ, അതും സംഭവിച്ചു കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ സംഭവിച്ച കാര്യമാണ്, പറഞ്ഞു വെച്ചു ഇന്ത്യയുടെ 28 കപ്പലുകൾ വിവിധ പേർഷ്യൻ ഗൾഫ് തുറമുഖങ്ങളിൽ ഖത്തറിലും UAE-യിലും സൗദി അറേബ്യയിലും കുവൈറ്റിലും ഒക്കെയായി കിടക്കുന്നു. ഒരു ബ്ലോക്കായി, ഒരു കപ്പൽ വ്യൂഹമായി ഇറാനിയൻ കപ്പലുകളുടെ അകമ്പടിയോടുകൂടി ഇറാനിൽ നിന്നും ആക്രമണം നേരിടാതെ അവയെ പുറം കടലിൽ എത്തിച്ച് ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ കഴിയും എന്ന പ്രതീക്ഷയിലാണ് ഭാരതം. ഉറപ്പൊന്നും ഇറാൻ പറഞ്ഞിട്ടില്ല, പക്ഷേ അടുത്ത നിമിഷങ്ങളിൽ, അടുത്ത മണിക്കൂറുകളിൽ അങ്ങനെ ഒരു തീരുമാനം ഉണ്ടായാൽ ഇന്ത്യക്ക് നയതന്ത്ര തലത്തിൽ തല ഉയർത്തി നിൽക്കാം. അമേരിക്ക എന്തും പറയട്ടെ, റഷ്യ എന്തും പറയട്ടെ, ഇന്ത്യൻ കപ്പലുകൾ ഞങ്ങൾ ഈ ചക്കളത്തിൽ പോരാട്ടത്തിൽ പങ്കാളികളല്ല. ഇറാൻ പക്ഷമോ അമേരിക്കൻ പക്ഷമോ അല്ല, ഞങ്ങൾ സമാധാനത്തിന്റെ പക്ഷത്താണ്. ഞങ്ങളുടെ കപ്പലിന്റെ ആക്രമണ ഉദ്ദേശങ്ങളില്ല, ഞങ്ങളുടെ കപ്പൽ സുഗമമായി കൊണ്ടുവരും. അതിന് ഇറാനുമായി സംസാരിക്കുന്നത് അഭിമാനക്ഷതമായി ഞങ്ങൾ കാണുന്നില്ല എന്ന നിലപാടാണ് ഇന്ത്യ എടുത്തിരിക്കുന്നത്. ഒരുപക്ഷെ അങ്ങനെ ഏതാനും വന്നാൽ ഇന്ത്യയുടെ ഭാഗികമായ ഊർജ ആവശ്യം പരിഹരിക്കപ്പെടും. ആലോചിച്ചു നോക്കൂ പ്രശോഭ, ആലോചിച്ചു നോക്കൂ, സൗദി അറേബ്യയിൽ നിന്നും എണ്ണ കയറ്റാൻ ഇന്ത്യൻ കപ്പലുകളിലേക്ക്, ഇന്ത്യൻ പതാക വഹിക്കുന്ന കപ്പലുകളിലേക്ക് എണ്ണ കയറ്റുമ്പോൾ ഇറാൻ ആക്രമിക്കില്ല എന്ന ഉറപ്പ് നൽകുന്നു എന്ന് കരുതുക. സൗദിക്ക് സന്തോഷം, ഇന്ത്യക്ക് സന്തോഷം. അമേരിക്ക പറയുമോ സൗദിയോട് ഇന്ത്യൻ കപ്പലിൽ എണ്ണ കൊടുക്കരുത് എന്ന് പറയാനാവുമോ? സാധ്യത കുറവാണ്. ഇന്ത്യൻ കപ്പൽ ഹോർമൂസ് വഴി കടന്നു വന്നാൽ അമേരിക്കക്കോ ഇസ്രായേലിനോ ഇന്ത്യൻ കപ്പലിനെ ആക്രമിക്കാൻ പറ്റുമോ? ഇല്ല. പക്ഷേ പൂച്ചയ്ക്ക് ഇന്ത്യ മണി കെട്ടുമോ? അത് ചോദ്യചിഹ്നമാണ്. അങ്ങനെ സഞ്ചരിക്കാം എന്ന് തിയററ്റിക്കലി പറഞ്ഞു വെക്കുമ്പോഴും അതിനുള്ള ആർജവം, അതിനുള്ള സ്ഥൈര്യം ഇന്ത്യ കാട്ടുമോ? അതാണ് പ്രധാനപ്പെട്ട ചോദ്യം. അതുകൊണ്ട് ഇന്ത്യക്ക് ചിലത് ചെയ്യാനുണ്ട്. ലോക രാഷ്ട്രീയത്തിൽ ഇറാൻ പക്ഷത്തൊന്നും പോയില്ല എങ്കിൽ പോലും ബാലൻസ്ഡ് ആയ ഒരു കാര്യം, അതാണ് മസൂദ് പെസഷ്കിയാൻ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് കഴിഞ്ഞ ദിവസം പറഞ്ഞത്. ഇന്ത്യ ഈസ് നൗ അഡോപ്റ്റിംഗ്, അത് നൗ എന്നാണ് പറയുന്നത്, നേരത്തെ അല്ല, കഴിഞ്ഞ ഒരാഴ്ചക്ക് മുമ്പ് അങ്ങനെയല്ല. നൗ അഡോപ്റ്റിംഗ് എ ബാലൻസ്ഡ് ആൻഡ് സ്റ്റേബിൾ അപ്രോച്ച് ടുവേർഡ്സ് ദ ക്രൈസിസ് ഇൻ വെസ്റ്റ് ഏഷ്യ എന്ന ഒരു വാചകം പറയുന്നിടത്ത് ഏറെ പ്രതീക്ഷയുണ്ട്. നമ്മുടെ ദേശീയ സുരക്ഷ, ഊർജ്ജ സുരക്ഷ, ഭക്ഷ്യ സുരക്ഷ ഇതെല്ലാം ഇഴപിരിയാതെ കിടക്കുന്നു. അതുകൊണ്ട് ഊർജ്ജ സുരക്ഷ ഇല്ലെങ്കിൽ ഇന്ത്യ ഇല്ല എന്ന ബോധമുണ്ടാകണം. നമ്മൾ എനർജി ഡെഫിസിറ്റ് ആണ്. അതുകൊണ്ട് ഊർജ്ജ സുരക്ഷ നാഷണൽ ഇൻട്രസ്റ്റ് ആണ്, ദേശീയ താല്പര്യമാണ്. അതിനുവേണ്ടി ഏതറ്റം വരെ പോകാനും ഏത് ഡിപ്ലോമാറ്റിക് മാർഗം ഉപയോഗിക്കാനും വിട്ടുവീഴ്ച ചെയ്യാനും ഭാരതം തയ്യാറാകണം. അല്ലാതെ അമേരിക്കയുടെ ക്യാമ്പ് ഫോളോവർ സ്റ്റേറ്റസ് എന്ന രീതിയിൽ മാത്രം ഒതുങ്ങി നിന്നാൽ, ഇപ്പോൾ ഇന്ത്യയുടെ സ്വരം ലോകം കേൾക്കാതെ ഇരുന്നാൽ പിന്നീട് സ്വരം കേൾപ്പിക്കാനുള്ള വലിപ്പം ഇന്ത്യക്ക് ഉണ്ടാവില്ല എന്ന് ചിന്തിക്കുന്ന അനേകരുണ്ട്. അതുകൊണ്ടാണ് ഇൻ ദ ഡേയ്സ് ടു കം, മന്ത്സ് അല്ല, ഇൻ ദ വീക്സ് അല്ല, ഡേയ്സ് ടു കം, ഇന്ത്യ വിൽ ഹാവ് ടു മേക്ക് ഇറ്റ്സ് ഒപ്പീനിയൻ ക്ലിയർ, എ ബിറ്റ് മോർ ലൗഡ്ലി, കുറച്ചുകൂടെ ഉച്ചത്തിൽ, കുറച്ചുകൂടി മിഴിവോടും തെളിവോടുകൂടിയും ഇന്ത്യ നിലപാടുകൾ പറഞ്ഞ് സമാധാനത്തിന്റെ പക്ഷത്താണ്, ഇറാന്റെ പക്ഷത്തല്ല, അമേരിക്കയുടെ പക്ഷത്തല്ല, ഇസ്രായേലിന്റെ പക്ഷത്തല്ല, സമാധാനത്തിന്റെ പക്ഷത്താണെന്ന് പറയുകയും അത് ഉപരോധം മാറ്റുന്ന, ഇറാന് നേരെയുള്ള ഉപരോധവും ഇറാൻ ഏൽപ്പിച്ച ഉപരോധവും മാറ്റുന്ന രീതിയിൽ ഒരു സമാധാന നീക്കം നടത്തത്തക്ക രീതിയിലുള്ള ഒരു നീക്കം ഇന്ത്യയുടെ ഭാഗത്തുനിന്നുണ്ടായാൽ ഇന്ത്യക്ക് അഭിമാനമുണ്ടാകാം. പ്രതിപക്ഷത്തിന്റെ വായടപ്പിക്കാൻ കഴിയും ഭരണപക്ഷത്തിന്. ഇന്ത്യക്ക് വീടുകളിൽ തീ പുകയും, അല്ല എങ്കിൽ കൊതുമ്പും ചൂട്ടും ഒക്കെ ഉപയോഗിക്കേണ്ടി വരും. ആ അവസരത്തിലേക്ക് ഇന്ത്യയെ അന്നം മുട്ടിക്കുന്ന രീതിയിലേക്ക് ഗവൺമെന്റ് കൊണ്ടുപോകില്ല. അതിന് ഗവൺമെന്റ് ചെയ്യാനാവുന്ന കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുമെന്ന പ്രതീക്ഷ ഇപ്പോൾ വന്നിരിക്കുന്നു. ഇസ്രയേൽ ഇറാനിലേക്ക് ആക്രമണം തുടങ്ങി വെക്കുമ്പോൾ പ്രതികരിച്ചുകൊണ്ട് രംഗത്തേക്ക് വന്ന ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ ചർച്ച, ആണവ കരാറുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു, എന്നാൽ അമേരിക്കയാണ് ഞങ്ങളെ ചതിച്ചത് എന്നുള്ള ഒരു വിമർശനം അബ്ബാസ് അരാഗ്ചി നടത്തുന്നു. ഇസ്രയേലിന്റെ ആവശ്യപ്രകാരമാണ് ഈ ഒരു യുദ്ധം ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്, അതിന് അമേരിക്ക ഒത്താശ കൊടുത്തു എന്നുള്ള രീതിയിൽ വലിയ വിമർശനം, അമേരിക്കയെ ഒരു ചതിയനായി പ്രഖ്യാപിച്ചുകൊണ്ടായിരുന്നു അബ്ബാസ് അരാഗ്ചിയുടെ പ്രഖ്യാപനങ്ങൾ. ഇപ്പോൾ ഇറാൻ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇസ്രയേലിൻ്റെയും അമേരിക്കയുടെയും സാമ്പത്തിക കേന്ദ്രങ്ങൾക്ക് നേർക്കാണ്, അതായത് ഗൾഫ് മേഖലകളിലുള്ള സാമ്പത്തിക കേന്ദ്രങ്ങൾ. അപ്പോൾ ചില ബാങ്ക് സംവിധാനങ്ങളൊക്കെ തകരുന്ന നിലയിലേക്ക് വരെ കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ പാശ്ചാത്യ മാധ്യമങ്ങൾ ഇപ്പോൾ വ്യക്തമാക്കുന്ന ഒരു വസ്തുത, ഈ യുദ്ധം കൊണ്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് കൈപൊള്ളി തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. അതിൽ എത്രത്തോളം വസ്തുതയുണ്ട്? ഇത് ഏറെ നമ്മൾ ആഴത്തിൽ മനസ്സിലാക്കേണ്ട ഒരു പ്രഹേളികയാണ്. ഹൂസ് വാർ ഇസ് ഇറ്റ്? ഇസ് ഇറ്റ് അമേരിക്കാസ് വാർ? അമേരിക്കയുടെ ആവശ്യപ്രകാരം അമേരിക്ക നടത്തിയ യുദ്ധമാണോ?
അതോ ഇസ്രയേലിന്റെ പ്രേരണ പ്രകാരം അമേരിക്ക നടത്തുന്ന യുദ്ധമാണോ? അതോ വർഷാവർഷം വീണ്ടും വീണ്ടും ആവർത്തിക്കുന്ന ഒരു അനുഷ്ഠാനം എന്ന നിലയിൽ തങ്ങളുടെ വ്യോമ പ്രതിരോധ സംവിധാനം, ആയുധങ്ങൾ, വിമാനങ്ങൾ പ്രദർശിപ്പിക്കാനുള്ള ഒരു ഡെമോൺസ്ട്രേഷൻ അറ്റംപ്റ്റ് ആണോ ഈ യുദ്ധം? ഈ 3 രീതിയിലും ചിന്തിക്കുന്ന ആളുകളുണ്ട്. പക്ഷെ ഇറാൻ പറയുന്നു ഇത് ചതി, വഞ്ചന, വൻ ചതി എന്ന് പറയുമ്പോൾ അതിന് കേൾവിക്കാരേറെയാണ്. കാരണം ഒരു ചർച്ച നടന്നുകൊണ്ടിരിക്കുമ്പോൾ വിമാനവാഹിനി കപ്പൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചുറ്റുപാട് വിട്ട് ഗൺ പോയിന്റിൽ ചർച്ച നടത്തുന്നത് ന്യായമല്ല. ലോകത്താരും പറയില്ല അത് ന്യായമാണെന്ന് പറയില്ല. അണ്ടർ ഡ്യൂറസ് ഒരു രാജ്യത്തിനും സംസാരിക്കാനാവില്ല. ഇനി അങ്ങനെ സംസാരിച്ചു. അപ്പോൾ ഇതാ 2 റൗണ്ട് ചർച്ചകൾ. ഒരു റൗണ്ട് ഒമാനിൽ വെച്ചും മസ്കറ്റ്, 2 റൗണ്ടുകൾ സ്വിറ്റ്സർലൻഡിൽ വെച്ചും, അതായത് ജനീവയിൽ വെച്ച് നടന്നിരിക്കുന്നു. ആണവ വിഷയമായിരുന്നു ചർച്ച. ആണവായുധങ്ങൾ, ഇറാന്റെ ആണവായുധങ്ങൾ നിയന്ത്രിച്ചു കൊണ്ടുവരിക, വിനാശകാരികളാകുന്നില്ല എന്ന് ഉറപ്പുവരുത്തുക എന്നീ കാര്യങ്ങൾ. അതിൽ ഒരു ഡ്രാഫ്റ്റ് റെസൊല്യൂഷനിൽ, ഡ്രാഫ്റ്റ് എഗ്രിമെന്റിൽ ഒപ്പുവെക്കാൻ ഇറാൻ തയ്യാറായതുമാണ്. വളരെ പ്രതീക്ഷയോടുകൂടി തന്നെ ആണവോർജ ഏജൻസിമാന്റെ സാന്നിധ്യത്തിൽ വിയന്നയിൽ വെച്ച്, ഓസ്ട്രിയയിലെ വിയന്നയിൽ വെച്ച് അടുത്ത റൗണ്ട് ചർച്ചകൾ എന്ന് പറഞ്ഞ് കൈകുലുക്കി പിരിഞ്ഞതിന്റെ 2 ദിവസത്തിന് ശേഷമാണ് പെട്ടെന്ന് നാടകീയമായി ഇറാന്റെ പരമോന്നത നേതാവ് ഉൾപ്പെടെ കുറച്ചുപേര് പ്രാതലിന് ശേഷം ഒരിടത്ത് യോഗം ചേരുന്നു എന്നറിഞ്ഞുകൊണ്ട് പെട്ടെന്ന് ഒരു പ്രകോപനവുമില്ലാതെ ആക്രമണം നടത്തിയത്. ചരിത്രത്തിൽ അത് വഞ്ചനയായി, ചതിയായി, കൊടും ചതിയായി അത് എഴുതപ്പെടും. കറുത്ത അക്ഷരത്തിൽ അത് ലിഖിതമാകും, ആലേഖനം ചെയ്യപ്പെടും. അതാണ് ഇറാൻ പറയുന്നത്. അങ്ങനെയെങ്കിൽ ചതിക്ക് മറുപടി മറുചതി തന്നെയാണ്. അല്ലെങ്കിൽ അപ്രതീക്ഷിതമായ ഇടത്ത് യുദ്ധത്തിൽ നേരിട്ട് പങ്കാളിയല്ലാത്ത അറബ് ഇസ്ലാമിക രാജ്യങ്ങളെ, GCC രാജ്യങ്ങളെ തങ്ങൾ ആക്രമിക്കുന്നു. ആ GCC രാജ്യങ്ങൾ പറഞ്ഞതാണ് തങ്ങളുടെ ബേസ് അമേരിക്കയ്ക്ക് കൊടുക്കില്ല, തങ്ങളുടെ അമേരിക്കൻ വ്യോമതാവളങ്ങളും നാവികതാവളങ്ങളും സൗദി അറേബ്യയിലെയും UAE ഉൾപ്പെടെ തങ്ങൾ നൽകില്ല എന്ന് പറഞ്ഞിട്ടും സൗദിക്കും UAEക്കും എതിരെ ഉൾപ്പെടെ കർശന ആക്രമണങ്ങൾ ഇറാന്റെ ഭാഗത്തുണ്ടായി. അതുകൊണ്ട് ഇപ്പോൾ ഇറാന്റെ പരമോന്നത നേതാവ് ഒരു കാര്യം വ്യക്തമാക്കി. മുജ്തബ ഖുമൈനി, പുതിയ നേതാവ്, ഒരു കാര്യം വ്യക്തമാക്കി. അമേരിക്കൻ താവളങ്ങൾ GCC മേഖലയിൽ എവിടെയെല്ലാം ഉണ്ടോ അവ പൂട്ടിക്കെട്ടി കട്ടയും പടവും മടക്കി അവർ പോകുന്നത് വരെ തങ്ങൾ ആക്രമണം തുടരുമെന്ന കല്ലെ പിളർക്കുന്ന പ്രഖ്യാപനമാണ് അയത്തുള്ള മുജ്തബ ഖുമൈനിയുടെ ഭാഗത്തു നിന്ന് വന്നത്. അപ്പൊ ഇറാന്റെ റിസോൾവ് വളരെ വ്യക്തമാണ്. കള്ളൻ കള്ളനാണ്, കള്ളന് കഞ്ഞി വെക്കുന്നവനും കള്ളനാണ്, കള്ളന് ചുട്ടുപിടിക്കുന്നവനും കള്ളനാണ് എന്ന മട്ടിൽ ഇറാൻ പറയുന്നു. അമേരിക്കയും കുറ്റവാളിയാണ്. അമേരിക്കയെ അദൃശ്യമായി സഹായിച്ചുകൊണ്ടിരിക്കുന്ന അറബ് ഇസ്ലാമിക രാജ്യങ്ങളും തങ്ങൾക്ക് ഒരുപോലെയാണ്, ആക്രമിക്കും. ചില മിസൈലുകളൊക്കെ കൊളാറ്ററൽ ഡാമേജ് ഉണ്ടാക്കും, ചില എണ്ണപ്പാടങ്ങളൊക്കെ തകരും, ചിലപ്പോൾ ഡീസാലിനേഷൻ പ്ലാന്റ് ഉൾപ്പെടെ വെള്ളം ശുദ്ധീകരിച്ച് കുടിവെള്ളം മുട്ടിച്ചുകൊണ്ടുള്ള യുദ്ധം. പ്രക്ഷോഭം എന്ന് ആലോചിച്ച് നോക്കൂ, എന്തുതരം യുദ്ധമാണ്? കുടിവെള്ളം, വെള്ളം മുട്ടിക്കുന്ന യുദ്ധം. ഇതിനൊരു അവസാനം ഉണ്ടാകണം എന്ന് ഗൾഫ് രാജ്യങ്ങൾ ആഗ്രഹിക്കും. ഇറാൻ കൃത്യമായിട്ട് തന്നെയാണ് പ്ലാൻ ചെയ്യുന്നത്. ഇത് ന്യായമല്ല എന്ന് ഇറാൻ തന്നെ പറയുന്നു. പക്ഷെ ഞങ്ങളോട് അന്യായം കാട്ടുമ്പോൾ ഞങ്ങൾക്ക് ഈ ന്യായമേ മറുന്യായമായി പറയാനുള്ളൂ. ദയവായി അതിനെ അന്യായം എന്ന് വിളിക്കരുത്. നിങ്ങളുടെ രാജ്യത്ത് അമേരിക്കൻ താവളങ്ങൾ ഇല്ലാതാകുന്ന ആ നിമിഷം ഞങ്ങൾ അമേരിക്കൻ താവളങ്ങൾക്കെതിരെ യുദ്ധം അവസാനിപ്പിക്കും. നിങ്ങൾക്ക് സുരക്ഷിതത്വം ഞങ്ങൾ തരാം, അമേരിക്കൻ താവളങ്ങളെ പുറത്താക്കൂ. ഇത് ചെയ്യാൻ സാധിക്കുമോ? വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ചെകുത്താനും ചെങ്കടലിനും ഇടയിൽ, caught between the devil and the deep sea എന്ന നിലയിലാണ് ഇപ്പോൾ GCC രാജ്യങ്ങൾ. അമേരിക്കയെ വെറുപ്പിക്കാനാവില്ല. അമേരിക്ക ടെക്നോളജി കൊണ്ടുവരണം, അമേരിക്ക സുരക്ഷിതത്വം നൽകണം, അമേരിക്കയുടെ ഒരുപാട് സാഹചര്യങ്ങൾ, സന്നാഹങ്ങളുണ്ട്. പെട്ടെന്ന് അവസാനിപ്പിക്കാനാവില്ല. അതേസമയം ഇറാനെ പിണക്കിയാൽ കൂടുതൽ ആക്രമണങ്ങൾ നേരിടേണ്ടി വരും. തങ്ങളുടെ വ്യാപാര താല്പര്യങ്ങൾ, തങ്ങളുടെ എണ്ണ വിൽക്കാനാവില്ല, തങ്ങൾക്ക് പച്ചക്കറി ഉൾപ്പെടെ കൊണ്ടുവരാനാവില്ല ഇറാനെ പിണക്കിയാൽ. അതുകൊണ്ട് ഒരു സമവായത്തിന് വേണ്ടി ഗൾഫ് രാജ്യങ്ങൾ ശ്രമിക്കുമെന്ന ഇറാന്റെ പ്രതീക്ഷ പൂവണിയുമോ? അതോ ഏറെ ബലപ്രയോഗത്തിലൂടെ, കൂടുതൽ എസ്കലേഷനിലൂടെ ലോകത്തെ മുഴുവൻ മുൾമുറയെ നിർത്തുന്ന ഒരു യുദ്ധമായി, ഒരുപക്ഷെ 3ാം ലോക മഹായുദ്ധമായി ഇത് പരിണമിക്കുമോ? കൂടുതൽ പ്ലേയേഴ്സ് വരുമോ? ചൈനയും റഷ്യയും രംഗത്ത് വരുമോ? ഇപ്പോൾ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിട്ടേ ഉള്ളൂ. രംഗത്ത് വരുമോ? ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ. ഏറെ യുദ്ധം നീണ്ടുപോയാൽ രംഗത്ത് വരാനുള്ള സാധ്യതയുണ്ട്.
പക്ഷേ ഇറാന് ഇത് എത്രത്തോളം പിടിച്ചു നിൽക്കാൻ കഴിയും? കാരണം തൊട്ടപ്പുറത്തുള്ളത് നിസ്സാരക്കാരല്ലല്ലോ, ഇസ്രയേലും അമേരിക്കയും ഒക്കെയാണ്. അതിമാരകമായ ആക്രമണങ്ങൾ ഇറാൻ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ടെഹ്റാൻ്റെ പല ഭാഗങ്ങളും കത്തിയമരുന്നതിൻ്റെ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടു. ഇപ്പോൾ ചില വിവരങ്ങൾ പുറത്തേക്ക് വരുന്നത് മുജിതബ ഖമനേയ്ക്കും എന്തൊക്കെയോ ചില പരിക്കുകൾ പറ്റിയിട്ടുണ്ട് എന്നുള്ള വിവരങ്ങൾ പുറത്തേക്ക് വരുന്നുണ്ട്. ഇപ്പോൾ ഇസ്രയേൽ ലക്ഷ്യം വയ്ക്കുന്നതാകട്ടെ ഇപ്പോൾ ഇറാൻ്റെ ഭരണകൂടത്തിലുള്ള നേതൃത്വത്തെയാണ് വീണ്ടും ലക്ഷ്യം വയ്ക്കുന്നത്. ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം ഇത് ഇവരുടെ ഒരു മുന്നിൽ കിട്ടിയിരിക്കുന്ന ഒരു പോംവഴിയാണ്. കാരണം ഇറാനെ ഇതോടുകൂടി അടിച്ചു തീർക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടെയാണ് ഇസ്രയേൽ രംഗത്ത് നിൽക്കുന്നത്. അപ്പോൾ ഇനി അധികം ഒത്തിരി അങ്ങ് പിടിച്ചു നിൽക്കാൻ ഈ പറയുന്നത് പോലെ തന്നെ ഇറാനും സാധിക്കുമോ? ഇസ്രയേലിന് ഏറ്റവും അനുകൂലമായ ഒരു സമയം വന്നിരിക്കുന്നു എന്ന് ചിന്തിക്കുന്ന സയനിസ്റ്റ് ഫോഴ്സസ് ഉണ്ട്, ഇസ്രയേൽ രാഷ്ട്രീയക്കാരുണ്ട്. ഇത്രയും അനുകൂലമായ ഒരു സാഹചര്യം ഒരിക്കലും ചരിത്രത്തിൽ വന്നിട്ടില്ല എന്നാണ് ഇസ്രയേലിൽ പലരും വിചാരിക്കുന്നത്. ബെഞ്ചമിൻ നെതന്യാഹു ഉൾപ്പെടെ അങ്ങനെ വിചാരിക്കുന്നു. ഇറാൻ ബലഹീനമായിരിക്കുന്നു. കഴിഞ്ഞ 2025 ജൂണിലെ അറ്റാക്കിൽ ബലഹീനമായിരിക്കുന്നു. പ്രോക്സികൾ കാര്യമായി ഫങ്ഷണൽ അല്ല, അവരുടെ ബേസുകൾ കാര്യമായി തകർന്നിരിക്കുന്നു, ശോഷണം സംഭവിച്ചിരിക്കുന്നു. ഇറാന്റെ സുഹൃത്ത് രാജ്യമായ സിറിയയിൽ ഭരണമാറ്റം സംഭവിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഇറാനെ ഇപ്പോൾ തകർക്കാൻ കിട്ടുന്ന അവസരം പരമാവധി ഉപയോഗിച്ചുകൊണ്ട് അമേരിക്കയെ രംഗത്ത് കൊണ്ടുവന്നുകൊണ്ട് ഇസ്രായേൽ ഒറ്റയ്ക്ക് ചെയ്യാൻ സാധിക്കാത്തത് വലിയേട്ടന്റെ സഹായത്തോടുകൂടി പൂർത്തീകരിച്ചെടുക്കുക. ഒരു കാലത്തും ഇറാൻ ആണവായുധങ്ങൾ നിർമ്മിക്കുന്നതിലേക്ക് പോകാത്ത രീതിയിൽ, ഇറാന്റെ മിസൈൽ ശേഖരം പൂർണ്ണമായി അവസാനിപ്പിക്കുന്ന രീതിയിൽ, ഹൂതികളെയും ഹമാസിനെയും ഹിസ്ബുള്ളയെയും സഹായിക്കുന്നത് പൂർണ്ണമായി അവസാനിപ്പിക്കുന്ന രീതിയിൽ ഇറാനും കഴിയുമെങ്കിൽ ഒരു ഭരണമാറ്റത്തിലൂടെ ഒരു അമേരിക്കൻ അനുകൂല ഇസ്രായേൽ അനുകൂല ഭരണകൂടം വരത്തക്ക രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ഇതാകുന്നു ഏറ്റവും പ്രധാനപ്പെട്ട സമയം എന്ന് ചിന്തിക്കുന്ന ഇസ്രായേലാണ്. പക്ഷേ യുദ്ധത്തിൽ മേൽക്കൈ അമേരിക്കയ്ക്കും ഇസ്രായേലിനും ആണ് എന്ന പ്രഥമ ദൃഷ്ടിയാ നമുക്ക് കാണാം. കാരണം ആകാശങ്ങളിൽ നിന്നുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ യുദ്ധം ആകാശങ്ങളിൽ നിന്നുകൊണ്ട് മാത്രം ജയിക്കില്ല എന്ന് ഏറെ തവണ നമ്മൾ ചർച്ച ചെയ്തതുമാണ്. കരയിലേക്ക് യുദ്ധം പ്രവേശിച്ചാൽ കളി മറ്റൊന്നാകും എന്നതാണ് ഇറാന്റെ പ്രതീക്ഷ. അതുകൊണ്ട് കരയിലേക്ക് യുദ്ധം കടന്നു വരൂ, ധൈര്യമുണ്ടെങ്കിൽ നിങ്ങൾ മെറീനുകളെ ഞങ്ങളുടെ തെക്കുള്ള പേർഷ്യൻ ഗൾഫിന്റെ 2500 കിലോമീറ്റർ നീളമുള്ള കടൽ തീരത്തേക്ക് കടത്തിവിടൂ, ബാക്കി ഞങ്ങൾ നോക്കിക്കൊള്ളാം. അതും കടന്നു വരുമെങ്കിൽ ഞങ്ങളുടെ സാഗ്രോസ് മൗണ്ടൻസ് 1500-2000 കിലോമീറ്റർ നീളത്തിൽ എങ്ങനെ വിരിഞ്ഞു കിടക്കുന്ന 4000-5000 മീറ്റർ പൊക്കമുള്ള സാഗ്രോസ് മൗണ്ടൻസ് കടന്ന് നിങ്ങൾ വരുമെങ്കിൽ സ്വാഗതം. ഞങ്ങൾ മലമടുക്കുകളിൽ, തുരങ്കങ്ങളിൽ, ഗുഹകളിൽ ഞങ്ങൾ ഉണ്ടാവും, മിസൈലുകളുമായി, ട്രാപ്പുകളുമായി. ധൈര്യമുണ്ടെങ്കിൽ കടന്നു വരൂ. അതുമല്ലെങ്കിൽ നിങ്ങൾ കാസ്പിയൻ കടൽ ഭാഗത്തുനിന്നും കടന്നു വരൂ, അവിടുന്ന് മെറൈൻ ഓപ്പറേഷനിലൂടെ ലാൻഡിലേക്ക് ഇരച്ചു കയറൂ. ധൈര്യമുണ്ടോ? ഞങ്ങൾക്ക് മറ്റു ചില മലനിരകളുണ്ട്. ഞങ്ങളുടെ പ്രധാന നഗരമായ ടെഹ്റാൻ ഉൾപ്പെടെയുള്ള നഗരങ്ങൾ ഇൻസുലേറ്റഡ് ആണ്. അങ്ങനെ എളുപ്പം ആക്രമിച്ച് കീഴടക്കാവുന്ന ഒരു നഗരമല്ല. കരയുദ്ധത്തിലൂടെ അങ്ങനെ കടന്നു വരാവുന്ന ഒരു പ്രദേശമല്ല ടെഹ്റാൻ എന്നോർക്കണം. ഇറാന്റെ വടക്ക് പടിഞ്ഞാറൻ മേഖല അതിസുരക്ഷ മേഖലയാണ്. ഏറിയൽ ബോംബിട്ടിട്ട് നിങ്ങൾക്ക് പോകാം. B-2 ബോംബേഴ്സിനെ ഞങ്ങൾക്ക് തകർക്കാനാവില്ല. അത് ശബ്ദാതിവേഗ ഇങ്ങനെ പറക്കുന്ന വിമാനമാണ്, അത് സ്പിരിറ്റ് ആണ് എന്ന് പറഞ്ഞാൽ ഒരു നിഴൽ പോലെ വന്ന് പെട്ടെന്ന് കൂടിയിട്ട് പോകുന്ന വിമാനമാണ്. അതുകൊണ്ട് B-2 വിമാനങ്ങൾ ബോംബുകൾ വർഷിച്ചുകൊണ്ടേയിരിക്കും, ഞങ്ങൾക്കതറിയാം. പക്ഷേ ഞങ്ങളുടെ ഭരണകൂടത്തെ മാറ്റണമെങ്കിൽ കരയിൽ ഇറങ്ങി യുദ്ധം ചെയ്ത് ഞങ്ങളിൽ അവസാന പോരാളിയെയും പരാജയപ്പെടുത്തി മാത്രമേ ഒരു ഭരണമാറ്റം കൊണ്ടുവരാനാവൂ. ധൈര്യമുണ്ടെങ്കിൽ ചെയ്യൂ എന്നാണ് ഇറാൻ ചോദിക്കുന്നത്. അപ്പൊ ഈ രണ്ട് ഭാഗത്തും ജൽപ്പനങ്ങൾ നടക്കുന്നുണ്ട്. അമേരിക്കയുടെ ഭാഗത്തും ഇറാന്റെ ഭാഗത്തും ജൽപ്പനങ്ങൾ നടക്കുന്നുണ്ട്. രണ്ടിലും സ്വല്പം വാസ്തവമുണ്ട്. പക്ഷേ ഒരിക്കലും യുദ്ധം ഏകപക്ഷീയമാവില്ല. രണ്ട് കൂട്ടരും വിജയം അവകാശപ്പെടും. അമേരിക്കയ്ക്ക് ഈ നിമിഷം വേണമെങ്കിൽ വിജയം അവകാശപ്പെടാം. ഉദ്ദേശിച്ച ലക്ഷ്യങ്ങളെല്ലാം പൂർത്തീകരിച്ചല്ലോ, ഇനി എന്തുകൊണ്ട് പിന്മാറിക്കൂടാ? അയത്തുള്ള അലി ഖുമൈനി വധിക്കപ്പെട്ടില്ലേ? ഇറാന്റെ പ്രഹരശേഷി കുറഞ്ഞില്ലേ? എന്തുകൊണ്ടും പിന്മാറിക്കൂടാ? ഇറാനും പറയാം തങ്ങളാണ് യുദ്ധം ജയിച്ചത്, അമേരിക്ക തങ്ങളുടെ ഭരണകൂടത്തെ തകർക്കുമെന്ന് പറഞ്ഞു. ഭരണകൂടം ഇതാ ഞങ്ങൾ മുജ്തബയുടെ നേതൃത്വത്തിൽ മുന്നോട്ട് പോകുന്നു, പെതഷ്കിയാൻ അവിടെ ജീവനോടെ ഉണ്ട് എന്ന് ഇറാനും മേനി നടിക്കാം. ആ അവസരം ഉണ്ടായിരിക്കെ ഇതേ യുദ്ധം നീട്ടിക്കൊണ്ടു പോകുന്നതിൽ കാര്യമായ കഴമ്പില്ല എന്ന് ചിന്തിക്കുന്നവരുടെ എണ്ണം, പ്രക്ഷോഭ കൂടി 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 വരുന്നു. അതാണ് ലോകത്തിന്റെ പ്രതീക്ഷ. ഇപ്പോൾ യുദ്ധത്തിൻ്റെ ഗതി ഈ ഒരു നിലയിൽ പോകുകയാണ്. അതായത് അടിക്കുക, തിരിച്ചടിക്കുക എന്നുള്ള രീതിയിലേക്ക്. ഒരു
ഒരിഞ്ച് പോലും ഇറാനും പിന്നോട്ടേക്ക് പോകാൻ തയ്യാറല്ല. ഇസ്രയേൽ ആകട്ടെ ഇതിൽ നിന്ന് പിന്മാറാനും ഒട്ടും തയ്യാറല്ല. പ്രതിസന്ധി അമേരിക്കയ്ക്ക് വലിയ രീതിയിൽ സമ്മർദ്ദങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. ഇത് ലോകത്തെ മുഴുവൻ വ്യാപിച്ചിരിക്കുന്ന ഒരു വലിയ വിപത്തായി മാറിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ കൊച്ചടുക്കളകളെ വരെ ഈ യുദ്ധം ബാധിച്ചിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. യുദ്ധത്തിൻ്റെ ബാക്കി പത്രം ഇത്തരത്തിലുള്ള നാശനഷ്ടങ്ങൾ മാത്രമായിരിക്കും. കൂടുതൽ ചർച്ചകളുമായി കാണാം. നമസ്കാരം.